ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആനിവേഴ്സറി പർച്ചേസിനെ പറ്റിയല്ലേ സംസാരിച്ചത്. ഇന്നാണ് ഡേ. ഈ ലാസ്റ്റ് മിനിറ്റിലാണ് എനിക്ക് ബോധം വന്നത് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ അത് വാങ്ങിക്കാനും വിട്ടുപോയി. എല്ലാവരും ഇവിടെ റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട്. എന്റെ ഇത്താത്തയാണെങ്കിൽ ഓൺ ദ വേ ആയിരുന്നു. ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു ഒരു ഗിഫ്റ്റ് റാപ്പും സെലോ ടാപ്പും കൊണ്ടുവരാൻ. അവളെ കൊണ്ടുവന്നതിന്റെ കോലം നോക്കി മുഞ്ചുള്ളത് കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ട് പൊടി പിടിച്ച് കിടക്കുന്ന ഇവിടുന്ന് പൊടി തട്ടി എടുത്തത് പോലെയുണ്ട് ഈ റാപ്പ് കാണാൻ. അതിലും വലിയ സീൻ എന്താണെന്ന് വെച്ചാൽ സെലോ ടാപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പശയും കൊണ്ടാണ് അവൾ വന്നത്. ഈ പശ കൊണ്ടൊക്കെ എങ്ങനെ തൊട്ടിച്ചെടുക്കാന്ന് എനിക്കറിയില്ല. സഹോദരി ആയിപ്പോയില്ലേ, ക്ഷമിക്കന്നെ. അങ്ങനെ അതൊക്കെ ഒന്ന് തട്ടിക്കുട്ടി പാക്കാക്കി വെച്ചു. ഒരു 7:30 പോകാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അതൊരു 8:30 ആയിട്ടുണ്ട്. സാരമില്ല, നമ്മളെവിടെ പോകാൻ കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മൾ 3 വണ്ടിയിലായിട്ടാണ് വന്നത്. ഇവർക്ക് ഇനിയും 2 വണ്ടി വരാനുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ പുറത്തിറങ്ങി നിന്നപ്പോൾ ഉണ്ടല്ലോ, നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല അടിപൊളി കാറ്റായിരുന്നു, നല്ല തണുത്ത കാറ്റ്, നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു വെളിച്ചത്തിൽ ഈ ഇലകളൊക്കെ ഇങ്ങനെ ആടുന്നത് കാണാൻ. ബൈ ദ ബൈ, ഐ ആം എ പ്രകൃതി സ്നേഹി. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഞാൻ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് വരികയായിരുന്നു. അപ്പോഴത്തേക്കും വണ്ടി 2 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, അകത്തേക്ക് കയറണം. സംഭവം ബ്രദറിന്റെയും വൈഫിന്റെ ആനിവേഴ്സറി ആണെങ്കിലും ബ്രദറിന് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മൂഖതയും ഏകതയും ഒക്കെ ആയിരുന്നു. നോക്കൂ, ആ വിരലിലേക്കൊന്ന് നോക്കൂ. അത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി അവൾ നന്നായിട്ടൊന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദറിന്റെ മണിയറ. നമ്മൾ കണ്ണൂർക്കാർക്ക് വൈഫിന്റെ വീട്ടിൽ ഇതുപോലെ അടിപൊളി റൂം അതുണ്ടാവും. ഇവിടെ കാണുമ്പന്മാർ കല്യാണം കഴിച്ച് പെണ്ണിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ റൂമൊക്കെ സെറ്റപ്പ് റൂമൊക്കെ. ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് നമ്മളെടുത്ത പാർട്ടി വെയർ ഡ്രസ്സ്. നമ്മൾ നേരത്തെ ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്തു വെച്ച ഡ്രസ്സ് അല്ലാട്ടോ ഇത്. അതിനുള്ളിൽ ഒരു ഗൗൺ ആയിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലേ. ഇനി നമ്മൾ വന്ന ആ ഒരു കാര്യത്തിലോട്ട് കടക്കാം. കേക്ക് കട്ടിങ്. ഈ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ ബ്രദറിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി കളറായനല്ലേ. അങ്ങനെ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നല്ല ഐശ്വര്യത്തോടെ ഇനി ഒരുപാട് ഗിഫ്റ്റ് കിട്ടട്ടെ. എൻ്റെ ബ്രദറിന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. ആദ്യം കൊടുത്ത കൈ നല്ല ഐശ്വര്യമുള്ള കൈയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. എങ്ങനെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ? എന്നെ പോലെ തന്നെ എൻ്റെ ഇത്താത്തിൻ്റെ മോളും എനിക്ക് പറ്റിയ വൈബാട്ടോ. ഫുഡൊക്കെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാം. എന്നിട്ട് വരാട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കും എൻ്റെ ക്യാമറക്കും കുറച്ച് റെസ്റ്റ് കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ ഇത് ഓണാക്കുന്നത് തിരിച്ചു പോകുമ്പോഴാണ്. അപ്പോൾ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. നന്നായിട്ടെല്ലാം ആഘോഷിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ ഓക്കെ, ബൈ.